നമസ്തേ, വില്ലേജ് എഡിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. നാവികസേനയുടെ യുദ്ധക്കപ്പൽ INS ബ്രഹ്മപുത്രയ്ക്ക് തീപിടിച്ചു. മുംബൈയിൽ നാവികസേനയുടെ ഡോക്ക് യാർഡിൽ അറ്റകുറ്റപ്പണിക്കിടെയായിരുന്നു സംഭവം. ഒരു ജൂനിയർ സെയിലറെ കാണാതായെന്നും അദ്ദേഹത്തിനായി രക്ഷാപ്രവർത്തനം നടക്കുകയാണെന്നും നാവികസേന വൃത്തങ്ങൾ അറിയിച്ചു. ഞായറാഴ്ച വൈകുന്നേരമാണ് തീപിടുത്തമുണ്ടായത്. ബജറ്റ് സമ്മേളനത്തിന്റെ ഒന്നാം ദിനം നീറ്റ് പരീക്ഷയെ ചൊല്ലി ഭരണ പ്രതിപക്ഷ പോര്. പ്രധാനമന്ത്രിക്ക് തന്നിൽ വിശ്വാസമുള്ളിടത്തോളം രാജിവെക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. മന്ത്രിക്ക് ഇതേക്കുറിച്ചൊന്നും വലിയ ധാരണയുണ്ടെന്ന് തോന്നുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഒന്നാം ദിവസം പ്രധാനമന്ത്രി സഭയിൽ ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ പരീക്ഷാ സംവിധാനത്തിന്റെ ആകെ വിശ്വാസ്യത നഷ്ടപ്പെട്ടെന്നും അത് തിരികെ പിടിക്കാൻ സർക്കാർ എന്ത് ചെയ്തുവെന്ന് വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. സംഭവത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് വകുപ്പ് മന്ത്രിക്ക് ധാരണയില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. NK പ്രേമചന്ദ്രനും ഹൈബി ഈഡനും അടക്കം പ്രതിപക്ഷാംഗങ്ങൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ലോക്സഭയിൽ ഉന്നയിച്ചു. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആദ്യമായി നടന്ന ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയം. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയായ അധ്യാപിക ഡാലിയുടെ ഹൃദയമാണ് 12-കാരിയായ അനുഷ്കയിൽ തുന്നിച്ചേർത്തത്. ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന ഡാലിയയ്ക്ക് കഴിഞ്ഞ ദിവസം മസ്തിഷ്ക മരണം സംഭവിച്ചിരുന്നു. ഡോക്ടർ സൗമ്യ രമണന്റെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത്. കാർഡിയോ മയോപ്പതി ബാധിതയായ കുട്ടിയിലാണ് ശസ്ത്രക്രിയ നടത്തിയത്. സർക്കാർ മേഖലയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന രണ്ടാമത്തെ സ്ഥാപനമാണ് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു ആദ്യ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നിരുന്നത്. ഡാലിയയുടെ ഹൃദയം ഉൾപ്പെടെ 5 അവയവങ്ങളാണ് ദാനം ചെയ്തിരിക്കുന്നത്. കിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് യുവതിക്ക് മരണം സംഭവിച്ചത്. ഇവിടെ നിന്ന് മിനിറ്റുകൾക്കുള്ളിൽ ഹൃദയം ശ്രീചിത്രയിൽ എത്തിക്കുകയായിരുന്നു. പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ 108 ജീവനക്കാർ അടിക്കടി സമരം ചെയ്യുന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ആരോഗ്യ വകുപ്പ് ഡയറക്ടർക്കാണ് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ K. ബൈജുനാഥ് നിർദ്ദേശം നൽകിയത്. ശമ്പളം കിട്ടാൻ വൈകുമ്പോൾ സേവനം നിർത്തുന്ന പ്രവണത അടിയന്തരമായി തടയണമെന്ന് പരാതിക്കാരനായ അനീഷ് മണിയൻ ആവശ്യപ്പെട്ടു. അധികൃതർ മൗനം പാലിക്കുന്നത് കൊണ്ടാണ് ഇത്തരം സമരങ്ങൾ നടത്തുന്നത്. 108 ആംബുലൻസ് ജീവനക്കാർ സമരം നടത്തുന്നത് കാരണം വൻ തുക മുടക്കി സ്വകാര്യ ആംബുലൻസ് വിളിക്കേണ്ടി വരുമെന്ന് പരാതിക്കാരൻ പറഞ്ഞു. ഗ്രൈൻഡറിൽ ഷാൾ കുടുങ്ങി വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. കുമ്പള ചെറുവാട് ഇസ്മയിലിന്റെ ഭാര്യ നഫീസയാണ് മരിച്ചത്. തിങ്കളാഴ്ച ഉച്ചയോടെ വീട്ടിലാണ് അപകടം. ചികിത്സയിലുള്ള ഭർത്താവ് ഇസ്മായിൽ ശബ്ദം കേട്ടുവന്ന് നോക്കിയപ്പോൾ നഫീസ ഷാൾ കുടുങ്ങി പിടയുന്നതാണ് കണ്ടത്. ഇയാൾ ബഹളം വെച്ചതിനെ തുടർന്ന് സമീപവാസികൾ എത്തി ഗ്രൈൻഡർ ഓഫ് ചെയ്ത് നഫീസയെ കുമ്പള ജില്ലാ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവിടെ വെച്ച് ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചു. വർഷങ്ങളായി പെറുവാട് താമസിച്ചു വരുന്ന ഇവർക്ക് മക്കളില്ല. കാസർഗോഡ് ആണങ്കൂർ സ്വദേശിനിയാണ് നഫീസ. കാവടി യാത്രാ വഴികളിലെ ഭക്ഷണശാലകളിൽ ഉടമകളുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന UP സർക്കാരിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. കട ഉടമകളുടെ പേര് പ്രദർശിപ്പിക്കാൻ നിർബന്ധിക്കരുതെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. വിവാദ ഉത്തരവ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണെന്ന് നിരീക്ഷിച്ച കോടതി UP, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ് സർക്കാരുകൾക്ക് നോട്ടീസുകൾ അയച്ചു. വിഷയം കോടതി വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. വിവാദ ഉത്തരവിനെതിരെ കടുത്ത പ്രതിഷേധമാണ് വിവിധ കോണുകളിൽ നിന്നുയരുന്നത്. മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുള്ള നീക്കമാണിതെന്നും ഹിറ്റ്ലറുടെ നാസി ജർമ്മനിയെ ഓർമ്മിപ്പിക്കുന്നതാണെന്നുമെല്ലാം വിമർശനമുയരുന്നു. സംസ്ഥാനത്ത് ഭക്ഷ്യസ്ഥാപനങ്ങളിൽ ഹെൽത്ത് കാർഡ് എടുക്കാത്തവർക്കെതിരെ കർശന നടപടിക്കൊരുങ്ങി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. 4 ആഴ്ചയ്ക്കുള്ളിൽ ഹെൽത്ത് കാർഡ് എടുത്തില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. ഒരിടവേളയ്ക്കു ശേഷം സംസ്ഥാനത്ത് നിപ്പ വൈറസ് സാന്നിധ്യം കണ്ടെത്തിയതോടെ പഴവിപണിയിൽ പ്രതിസന്ധി. പഴംതീനി വവ്വാലുകളാണ് നിപ്പ പടർത്തുന്നതെന്ന വിദഗ്ധരുടെ വാക്കുകളാണ് പഴം വിപണിക്ക് അപ്രതീക്ഷിത തിരിച്ചടിയാവുന്നത്. നിപ്പ വാർത്തകൾ വന്നത് മുതൽ മലബാർ ഭാഗത്ത് പഴം വിൽപ്പന 4-1 കുറഞ്ഞു. മധ്യ തെക്കൻ കേരളത്തിൽ നിലവിൽ നിപ്പ ഭീതിയില്ലെങ്കിലും പഴം വിപണിയിൽ അനിശ്ചിതാവസ്ഥയുണ്ട്. ഒരാഴ്ച കൊണ്ട് കച്ചവടം തീരെ കുറഞ്ഞതായി കൊച്ചി മറൈൻ ഡ്രൈവിൽ വഴിയോര കച്ചവടക്കാർ പറഞ്ഞു. പഴങ്ങളുടെ വില കുറച്ചിട്ട് പോലും വാങ്ങാൻ ആളുകൾ മടി കാണിക്കുന്നതായി ഇവർ ചൂണ്ടിക്കാട്ടുന്നു. AIYF പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി വീടിനുള്ളിൽ മരിച്ച നിലയിൽ. മണ്ണാർക്കാട് സ്വദേശി ഷാഹിനെയാണ് മരിച്ചത്. 25 വയസ്സായിരുന്നു. തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. അതേസമയം എന്താണ് മരണകാരണമെന്ന് വ്യക്തമല്ല. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. ഇരട്ട കുഞ്ഞുങ്ങളെ വഹിച്ചിരുന്ന ട്രോളി റെയിൽവേ ട്രാക്കിലേക്ക് ഉരുണ്ടു വീണതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ ഇന്ത്യൻ വംശജരായ കുടുംബത്തിലെ പിതാവിനും ഒരു കുഞ്ഞിനും ദാരുണാന്ത്യം. ഇരട്ട പെൺകുട്ടികളെയും വഹിച്ചുകൊണ്ടുള്ള പ്രാം പ്ലാറ്റ്ഫോമിൽ നിന്ന് എതിരെ വരുന്ന ട്രെയിനിന്റെ പാതയിലേക്ക് മറിഞ്ഞു വീണാണ് അപകടമുണ്ടായത്. ഇരട്ട കുട്ടികളിൽ ഒരാൾ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു.
എന്നാൽ ട്രെയിനിന് മുന്നിൽ അകപ്പെട്ട പിതാവും മറ്റൊരു കുഞ്ഞും മരണപ്പെടുകയായിരുന്നു. റെയിൽവേ സ്റ്റേഷനിലെ ലിഫ്റ്റിൽ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് കുടുംബം ഇറങ്ങിയപ്പോൾ ഒരു ചെറിയ നേരത്തേക്ക് മാതാപിതാക്കൾ കുട്ടികളെ ഇരുത്തിയിരുന്ന പ്രാമിൽ നിന്ന് കൈയെടുത്തതോടെ പ്രാം പ്ലാറ്റ്ഫോമിലൂടെ ഉരുണ്ടു നീങ്ങി ട്രാക്കിലേക്ക് പതിക്കുകയായിരുന്നു. പിന്നാലെ ഓടിയെത്തിയ പിതാവ് ട്രാക്കിലേക്ക് എടുത്തു ചാടി. ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ ധീരനായ പിതാവ് എന്നാണ് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ വംശജനായ IT പ്രൊഫഷണലായ ആനന്ദ് റൺവാളും ഇദ്ദേഹത്തിന്റെ ഇരട്ട കുഞ്ഞുങ്ങളിൽ ഒരാളുമാണ് അപകടത്തിൽ മരണപ്പെട്ടത്. മുകേഷ് അംബാനിയുടെ മകൻ അനന്ത് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും വിവാഹം വലിയ മാധ്യമ ശ്രദ്ധയാണ് നേടിയത്. ആഴ്ചകളോളം സോഷ്യൽ മീഡിയയിലും വീഡിയോകളും ചിത്രങ്ങളുമായി ഈ വിവാഹം നിറഞ്ഞു നിന്നു. ഇപ്പോഴിതാ അനന്തിനും രാധികയ്ക്കും ലഭിച്ച വിവാഹ സമ്മാനങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് ദേശീയ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്. 5000 കോടി ചെലവിൽ നടത്തപ്പെട്ട വിവാഹത്തിൽ വരനും വധുവിനും ലഭിച്ച സമ്മാനങ്ങളും കണ്ണഞ്ചിപ്പിക്കും. ബോളിവുഡ് സൂപ്പർ താരം ഷാരൂഖ് ഖാൻ 40 കോടി രൂപ വില വരുന്ന ഒരു ലക്ഷറി അപ്പാർട്ട്മെന്റ് ആണ് വധൂവരന്മാർക്ക് സമ്മാനമായി നൽകിയിരിക്കുന്നതെന്ന് ബോളിവുഡ് ലൈഫ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇന്ത്യയിലല്ല, മറിച്ച് ഫ്രാൻസിലാണ് ഈ അപ്പാർട്ട്മെന്റ്. അമിതാഭ് ബച്ചൻ കുടുംബം നൽകിയത് ഒരു വജ്ര നെക്ലേസ് ആണെന്നും ഇതിന് 30 കോടി രൂപ വില വരുമെന്നും ഇതേ റിപ്പോർട്ടിൽ ഉണ്ട്. അതേസമയം ആലിയ ഭട്ടും രൺബീർ കപൂറും ചേർന്ന് നൽകിയത് 9 കോടി വില വരുന്ന ഒരു മെഴ്സിഡസ് ബെൻസ് കാറാണ്. ബോളിവുഡിലെ മറ്റൊരു സൂപ്പർ താരമായ സൽമാൻ ഖാൻ നൽകിയത് 15 കോടിയുടെ സ്പോർട്സ് ബൈക്കാണെന്ന് വിവിധ റിപ്പോർട്ടുകൾ ഉദ്ധരിച്ച് ഇന്ത്യ ടൈംസ് വാർത്ത നൽകിയിട്ടുണ്ട്. രൺവീർ സിംഗും ദീപിക പദുക്കോണും ചേർന്ന് 20 കോടി വില വരുന്ന റോൾസ് റോയ്സ് കാറും നവദമ്പതികൾക്ക് സമ്മാനിച്ചുവെന്നും ഇതേ റിപ്പോർട്ടിലുണ്ട്. സമ്മാനങ്ങളുടെ ലിസ്റ്റ് അവസാനിക്കുന്നില്ല. കത്രീന കൈഫും വിക്കി കൗശലും ചേർന്ന് അനന്തിനും രാധികയ്ക്കും നൽകിയത് 19 ലക്ഷത്തിന്റെ ഒരു സ്വർണ്ണ ചെയിനാണെന്നാണ് ബോളിവുഡ് ലൈഫിന്റെ റിപ്പോർട്ട്. വർഷത്തെ നീറ്റ് UG പരീക്ഷാ ഫലം വലിയ വിവാദങ്ങൾക്കാണ് തുടക്കമിട്ടത്. ചോദ്യപേപ്പർ ചോർച്ചയടക്കം നിരവധി ചോദ്യങ്ങൾ NDAക്കെതിരെ ഉയർന്നു. സുപ്രീം കോടതി വിധി പ്രകാരം കഴിഞ്ഞ ദിവസം സെന്റർ തിരിച്ചുള്ള ഫലം പ്രസിദ്ധീകരിച്ചിരുന്നു. ഗുജറാത്തിൽ 12ാം ക്ലാസ് തോറ്റ വിദ്യാർത്ഥിക്ക് നീറ്റ് പരീക്ഷയിൽ 705 മാർക്ക് ലഭിച്ചതായാണ് പുതിയ വാർത്ത. സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധ പോസ്റ്റുകളാണ് ഇതിന്റെ സാഹചര്യത്തിൽ ഉയർന്നു വരുന്നത്. വിദ്യാർത്ഥിനിയുടെ 12ാം ക്ലാസ് മാർക്ക് ലിസ്റ്റും നീറ്റ് UG എൻട്രൻസ് പരീക്ഷയിലെ സ്കോറും ചിലർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം അഹമ്മദാബാദിൽ നിന്നുള്ള പെൺകുട്ടിയാണിത്. എൻട്രൻസ് കോച്ചിംഗ് സെന്ററിൽ നിന്നായിരുന്നു പഠനം. 12ാം ക്ലാസ് പരീക്ഷയിൽ ഫിസിക്സിന് 21, കെമിസ്ട്രിക്ക് 39, ബയോളജിക്ക് 59 എന്നീ നിലയിലായിരുന്നു മാർക്കുകൾ. ഡോക്ടർമാരായ മാതാപിതാക്കൾ കുട്ടിയുടെ പഠനത്തിൽ നിരാശരായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ വാർത്തകൾ ഇപ്പോൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.